നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. ആദ്യകാലത്ത് കമ്മീഷണർ, ഏകലവ്യൻ, ലേലം തുടങ്ങിയ ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം നമുക്കായി ചെയ്തിട്ടുണ്ട്. പിന്നീട് ഫീൽഡിലോട്ടായി പോയി, അത് സാരമില്ല. അത് കഴിഞ്ഞ് രണ്ടാം വരവിൽ ഭരചന്ദ്രൻ IPS, ടൈഗർ, ചിന്താമണി കൊലക്കേസ് തുടങ്ങിയ സിനിമകളും ചെയ്തു. ഇപ്പോൾ വരനെ ആവശ്യമുണ്ട്, ഒറ്റക്കൊമ്പൻ, കാവൽ തുടങ്ങിയ സിനിമകളുമായി മൂന്നാമതും അദ്ദേഹം മലയാളത്തിൽ സജീവമാവുകയാണ്. പാവം പിടിച്ച സുരേഷ് ഏട്ടനെ രണ്ടാമതും ഫീൽഡിലോട്ടാക്കി വിട്ട ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഹൈലസ. ഏതൊരു സിനിമയുടെയും ആദ്യത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ പടത്തിൻ്റെ ടൈറ്റിൽ തന്നെയാണ്. ഈ സിനിമയുടെ പേരാണ് ഹൈലസ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സിനിമയുടെ നിലവാരം എന്തായിരിക്കുമെന്ന്. എന്തായാലും സിനിമ ആരംഭിക്കുന്നത് കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സീൻ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് സന്ദർശനത്തിനായി വരുന്നു. അപ്പോൾ എല്ലാവരും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അവിടേക്ക് ഒരാൾ ഒരു ലോറി ചാണകവുമായിട്ട് വരുന്നു. ഈ ചാണകവും കൊണ്ട് വരുന്നതാകട്ടെ സാക്ഷാൽ സുരേഷ് ഗോപിയെ. എന്താണ് വണ്ടിയിൽ ചാണകം? കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആയിട്ട് വേണം അതിനെ കണക്കാക്കാൻ. സുരേഷ് ഏട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ അടിപൊളിയായിരുന്നു. ഈ VFXും ഗ്രാഫിക്സും ഒക്കെ ഗംഭീരമായിരുന്നു. ഈ കൊട തുറക്കുന്ന എഫക്റ്റ്, കളങ്കളം എഫക്റ്റ്, പൂവിരിയുന്ന എഫക്റ്റ്, ഇതിനൊന്നും ബജറ്റ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ മഴവിൽ എഫക്റ്റും ഇടിമിന്നൽ എഫക്റ്റും ഒക്കെ വെച്ച് സംഭവം അങ്ങ് കളറാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ലക്ഷങ്ങളൊക്കെ മുടക്കി ഇത്രയും വലിയ VFXും ഗ്രാഫിക്സും ഒക്കെ ചെയ്ത ഈ സീൻ ഏതെങ്കിലും ഫൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു മാസ് സീനായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്. അവിടെ ഫൈറ്റ് അല്ല സംഭവിച്ചത്, വേറൊരു പരിപാടിയായിരുന്നു. എന്തായാലും സുരേഷ് ഏട്ടൻ അവതരിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ എന്ന പാവത്തനായ ഒരു അനാഥൻ്റെ കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹം ഈ പഴയത്തെ ചുമടെടുപ്പ് പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് തൻ്റെ വളർത്തച്ഛനെ ഭീമൻ്റെ കൂടെ എടുത്തിട്ട് മെതിക്കുന്നതാണ്. പുള്ളി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം തൊട്ടടുത്ത് നിന്ന കളവൻ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആർപ്പ് വിളിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ വിചാരിച്ചത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയുള്ള ഭീമൻ രഘുവിൻ്റെ ഇടി കണ്ടിട്ടായിരിക്കും പുള്ളി അവിടെ കിടന്ന് ആർപ്പ് വിളിക്കുന്നതെന്ന്. പക്ഷേ എന്താ സംഭവം എന്നറിയത്തില്ല. ഇങ്ങേരിവിടെ കിടന്ന് തൊണ്ടകീറി നിലവിളിച്ചതോടെ ഒരു മലമ്പാമ്പ് വന്ന് സുരേഷ് ഏട്ടനെ വരിഞ്ഞങ്ങ് മുറുക്കും. കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അത് മലമ്പാമ്പ് വന്ന് മുറുക്കിയതല്ല, ഗുണ്ടകളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഏട്ടന് ശക്തി കിട്ടിയതായിരുന്നു. എന്തായാലും മോട്ടിവേഷൻ കിട്ടിയതോടെ സുരേഷോ സ്ഥാനോസായി മാറി. അപ്പോൾ അടിപിടിയെല്ലാം കഴിഞ്ഞ് സുരേഷ് ഏട്ടന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ സുരേഷ് താനോസ് പട്ടണത്തിലേക്ക് വണ്ടി കയറുകയാണ്. അവിടെ ഗണപതി അയ്യർ എന്ന കോടീശ്വരൻ്റെ വീട്ടിൽ കെയർ ടേക്കറായിട്ട് പുള്ളി കയറിപ്പറ്റുന്നു. ഈ ഗണപതി അയ്യർക്ക് എന്തോ അപകടമൊക്കെ പറ്റിയിട്ട് പുള്ളി ഏതു നേരവും വീൽ ചെയറിലാണ്. ഈ പടത്തിൻ്റെ ഒരു പോക്ക് വെച്ചിട്ട് ഈ ഗണപതി അയ്യരുടെ വീൽ ചെയർ ഏത് നേരമാണ് ട്രാൻസ്ഫോർമേഴ്സിലെ ബംബിൾ ബി ആവുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും പുതിയ ജോലിക്കാരൻ വന്ന പിറ്റേ ദിവസം തന്നെ ഈ പറഞ്ഞ ഗണപതി അയ്യർ നസീറിൻ്റെ കാലം തൊട്ട് പറഞ്ഞു തേഞ്ഞ തൻ്റെ ഫ്ലാഷ് ബാക്ക് കഥ പുള്ളിയോട് പറയുന്നു. അതായത് ഈ ഗണപതി അയ്യർക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പെണ്ണുമായിട്ട് ആത്മാർത്ഥമായ ഒരു പ്രണയമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി പെണ്ണ് ഗർഭിണിയായതോടെ ഗണപതി അയ്യർ സ്ഥലം വിട്ടു. പിന്നീട് അദ്ദേഹം അമേരിക്ക, സിംഗപ്പൂർ, മലേഷ്യ, വണ്ടിപ്പേട്ട, പാളയം, പാറശാല തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ് ചെയ്ത് വലിയൊരു കോടീശ്വരനായിട്ട് തിരിച്ചു വന്നു. ഇതിനിടയ്ക്ക് എങ്ങനെയൊക്കെയോ കാല് വയ്യാതായി വീൽ ചെയറിനകത്തുമായി. ഇപ്പോൾ പുള്ളി വർഷങ്ങളായിട്ട് തൻ്റെ ഭാര്യയും മകളെ അന്വേഷിച്ച് നടക്കുകയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സുരേഷ് ഏട്ടൻ അവരെ കണ്ടുപിടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് പറയുമ്പം സുരേഷ് ഏട്ടൻ ഇടുന്ന ഒരു എക്സ്പ്രഷനുണ്ട്.
എന്തോ ഗണപതി അയ്യർ തൻ്റെ 2 കിഡ്നിയും ഒരു ലിവറും കൂടെ ചോദിച്ച പോലത്തെ എക്സ്പ്രഷനാണ് സുരേഷ് ഏട്ടൻ അന്നേരം ഇടുന്നത്. അപ്പോൾ എന്തായാലും സുരേഷ് ഏട്ടനും കൂട്ടുകാരൻ സുരാജ് വെഞ്ഞാറമ്പൂടും കൂടെ പിറ്റേ ദിവസം തന്നെ ഒരു പെണ്ണിനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ഇതാണ് സാറിൻ്റെ മോളെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? അതായത് വർഷങ്ങളായിട്ട് തൻ്റെ ഭാര്യയും മകളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ജോലിക്കാരൻ വന്നിട്ട് പറയുന്നു ഇതാണ് നിങ്ങളുടെ മോളെന്ന്. അപ്പോൾ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ID പ്രൂഫ് എങ്കിലും ചോദിക്കും. അതും ഇല്ലെങ്കിൽ പോട്ടെ അമ്മയും മോളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എങ്കിലും ചോദിക്കും. അതൊന്നും ഇല്ലാതെ സുരേഷ് ഏട്ടൻ പറഞ്ഞ ഉടനെ ഗണപതി അയ്യർ ആ പെണ്ണിനെ തൻ്റെ മകളായിട്ടങ്ങ് അംഗീകരിക്കുകയാണ്. അതൊന്നും പോരാഞ്ഞിട്ട് പെണ്ണ് വന്ന അന്ന് തന്നെ ബാങ്ക് ലോക്കറിൽ നിന്ന് ഇരുന്ന സ്വർണം മുഴുവൻ എടുത്ത് പെണ്ണിന് കൊടുക്കുന്നു. തൻ്റെ സ്വത്തുക്കളെല്ലാം പെണ്ണിൻ്റെ പേർക്ക് എഴുതി വയ്ക്കുന്നു. പെണ്ണ് വന്ന 3-ാം ദിവസം തന്നെ അമേരിക്കയിലുള്ള കൂട്ടുകാരൻ്റെ മകനുമായിട്ട് കല്യാണം വരെ ഉറപ്പിച്ചു കൊടുക്കുന്നു. ഈ സീൻസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവരൊക്കെ ഏതോ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണെന്ന്. കാര്യം യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് തൻ്റെ അമ്മയെ ഗർഭിണിയാക്കി ഒരാൾ ചതിച്ചു നാടുവിടുന്നു, പിന്നെ വർഷങ്ങളോളം തൻ്റെ ജീവിതം നരകമാക്കിയ അച്ഛനെ വീണ്ടും നേരിട്ട് കാണുമ്പോൾ ഒരു മകനോ മകളോ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അതെങ്ങനെ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ, ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇത് ഞാൻ എൻ്റെ അമ്മ കൊടുത്ത വാക്കാ. എന്നെങ്കിലും എൻ്റെ അച്ഛനെ കാണുമ്പോൾ ഈ കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ എന്റെ അമ്മയെ ഗർഭിണിയാക്കിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. അപ്പോൾ ഗണപതി അയ്യരുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞല്ലോ അമേരിക്കക്കാരനുമായിട്ട്. അപ്പോൾ സുരേഷ് ഏട്ടൻ ഇപ്പോൾ ആ കല്യാണം മുടക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പുള്ളി ഒറിജിനൽ അമേരിക്കക്കാരനെ മാറ്റിയിട്ട് തൻ്റെ പഴയ ശത്രുവായിരുന്ന ഭീമൻ രഘുവിനെ കോട്ടും സൂട്ടും പൗഡറും ഒക്കെ ഇടിയിപ്പിച്ചിട്ട് കൊണ്ടുവരും. ദോഷം പറയരുതല്ലോ, പടത്തിൽ സുരേഷ് ഏട്ടനെക്കാട്ടിലും സുരാജ് വെഞ്ഞാറമ്പൂടിനെക്കാട്ടിലും വൃത്തിയായിട്ട് കോമഡിയൊക്കെ ഭീമൻ രഘു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭീമൻ രഘു വരുന്നത് പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കല്യാണം വേണ്ട എന്ന് പറയാനാണ്. പക്ഷേ പെണ്ണിനെയും സ്വത്തും എല്ലാം കാണുമ്പോൾ പുള്ളി പ്ലേറ്റ് മാറ്റും. പുള്ളി പറയും ഞാൻ കെട്ടുമെന്ന് പറയും. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. കാരണം എല്ലാം ഒരു പുകയായിരുന്നു. അതായത് ഇപ്പോൾ സുരേഷ് ഏട്ടന് ഈ കല്യാണം മുടക്കണമല്ലോ. അപ്പോൾ പുള്ളി രാത്രിയിൽ ഭീമൻ രഘുവിൻ്റെ മുറിയിൽ ചെന്നിട്ട് ഭീമൻ രഘുവിനെ ഇടിച്ചങ്ങ് പഞ്ഞിക്കിടും. പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടും. അതായത് കാലിൻ്റെ ഉപ്പൂറ്റി തൊട്ട് നെറ്റി വരെ ഫുള്ള് പഞ്ഞിയിലങ്ങ് പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുക. കണ്ണ് മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. അതേപോലെ തന്നെ തൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരനായ സുരാജ് വെഞ്ഞാറമ്പൂടിനെ ഇടിച്ച് പഞ്ഞിക്കിടും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ആശുപത്രിയുടെ ICUവിൽ എണീറ്റ് നിന്ന് സ്വന്തം ട്രൗസറിൻ്റെ വള്ളി കെട്ടാൻ പറ്റാത്ത ഭീമൻ രഘുവിനെ ലാലു അലക്സ് വിളിച്ചുകൊണ്ട് പോകും താലി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ കല്യാണ മണ്ഡപത്തിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫുള്ള് ഭീമൻ രഘു ഇങ്ങനെ ഫുള്ള് ചന്ദ്രനിൽ പോകുന്ന മനുഷ്യനെ പോലെ ഫുള്ള് പഞ്ഞിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കൂട്ടത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂടും ഉണ്ട് അതേ ഗെറ്റപ്പിൽ. ഇതൊന്നും പോരാഞ്ഞിട്ട് സുരേഷ് ഏട്ടനും ഈ പഞ്ഞി കോസ്റ്റ്യൂമിനകത്തോട്ട് കയറുന്നുണ്ട്. പിന്നെ അവിടെ അടിയായി പിടിയായി പായസച്ചെമ്പിനകത്തിരുന്ന് സോപ്പ് തേച്ച് കുളിയായി. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഡയറക്ടറിനും അറിഞ്ഞുകൂടാ, അഭിനയിക്കുന്നവർക്കും അറിഞ്ഞുകൂടാ. കുറച്ച് കഴിയുമ്പോൾ നായിക പറയും തനിക്ക് തൻ്റെ പഴയ അച്ഛനെ, അതായത് ശരിക്കുള്ള അച്ഛനെ കാണണമെന്ന്. അപ്പോൾ തിലകനാണ് ഈ പഴയ അച്ഛൻ്റെ വേഷം ചെയ്യുന്നത്. തിലകൻ വന്നിട്ട് പറയും പഴയ അച്ഛനല്ല നിൻ്റെ ശരിക്കുള്ള അച്ഛൻ, പുതിയ അച്ഛൻ തന്നെയാണ് നിൻ്റെ ശരിക്കുള്ള അച്ഛനെന്ന്. ഇത് കേട്ടോണ്ട് പെണ്ണ് പറയും എനിക്ക് പുതിയ അച്ഛൻ വേണ്ട, പഴയ അച്ഛൻ മതി. ഇത് കേൾക്കുന്ന ഉടനെ പുതിയ അച്ഛൻ അച്ചാറ് എന്ന കുരങ്ങച്ചനെ പോലെ വായും പൊളിച്ചിരിക്കും. വല്ലതും മനസ്സിലായോ? ഏകദേശം ഇതൊക്കെ തന്നെയാണ് ആ സിനിമയിൽ സംഭവിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ സുരേഷ് ഗോപിയോടൊപ്പം തന്നെ വളരെ മികച്ച ഒരു വേഷം ചെയ്ത് കട്ടയ്ക്ക് കൂടെന്ന് അഭിനയിച്ച മറ്റൊരു കഥാപാത്രത്തിനെ കുറിച്ചാണ്. സുരേഷ് ഏട്ടൻ്റെ തൊപ്പി. അതായത് സിനിമ തുടങ്ങി ആദ്യത്തെ സീൻ തൊട്ട് അവസാനത്തെ സീൻ വരെ 2.25 മണിക്കൂറും എല്ലാ സീനിലും മാറാത്തതായി നിൽക്കുന്നത് ഒന്ന് മാത്രമാണ് സുരേഷ് ഏട്ടൻ്റെ തൊപ്പി. അതിപ്പോൾ ഏത് സീനിലായാലും, വെറുതെ വഴി കൂടെ നടക്കുന്ന സീനിലായാലും, വീട്ടിനകത്തായാലും, റോഡിനകത്തായാലും, ഫൈറ്റിലായാലും, സോങ്ങിനിടയ്ക്കായാലും, എന്തിനേറെ പറയുന്നു ഒരു ബക്കറ്റ് വെള്ളം തലയിൽ വീണ സീനാണെങ്കിൽ പോലും ഈ തൊപ്പി തലേന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ രഹസ്യം എന്താണെന്നത് ഇന്നും. എന്തായാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ലോകവധം സിനിമകൾക്ക് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫീൽഡ് ഔട്ട് ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഹാപ്പി ക്രിസ്മസ്. മനസ്സിൽ വെച്ചോ തിരുമേനി, I am outspoken.